വയനാട് പൂതാടി പഞ്ചായത്തിൽ വീണ്ടും CPIഎമ്മിനുള്ളിൽ തർക്കം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്ന് 2 CPIഎം അംഗങ്ങൾ വിട്ടുനിന്നു. കർഷക സംഘം ജില്ലാ അധ്യക്ഷൻ AV ജയനും AKS മുൻ ജില്ലാ പ്രസിഡന്റ് AM പ്രസാദുമാണ് വിട്ടുനിൽക്കുന്നത്. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ഉണ്ട് വിവരങ്ങളുമായി. സുർജിത്, പറയൂ. GK, നേരത്തെ തന്നെ വലിയ സംഘടനാ പ്രശ്നങ്ങൾ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ പൂതാടി CPIഎമ്മിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. അതായത് AV ജയൻ കർഷക സംഘത്തിന്റെ നേതാവായിരുന്നു. അദ്ദേഹം അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഈ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫണ്ട് വകമാറ്റി പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ വകമാറ്റി ചെലവഴിച്ചതുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നടപടിയെടുത്തു. അത് അദ്ദേഹത്തെ ബോധപൂർവം പുറത്താക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ്. പാർട്ടി ജില്ലാ സമ്മേളനം പിടിക്കാൻ വേണ്ടി ഒരു വിഭാഗം ചെയ്തതാണെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണവുമായി CPIഎം ലോക്കൽ സെക്രട്ടറിമാർ അടക്കം രംഗത്ത് വന്നു. അത്തരത്തിൽ ഇതിനുശേഷം പിന്നീട് പാർട്ടി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ AV ജയന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ AV ജയൻ നേതൃത്വം നൽകുന്ന പൂതാടി, കേണിച്ചിറ അടക്കമുള്ള മേഖലകളിൽ വലിയ വിജയം CPIഎമ്മിന് അവിടെ ഉണ്ടായി. പക്ഷേ മറ്റ് വിഭാഗത്തിന്റെ മേഖലയായ വാഗേരി, ഇരുളം അടക്കമുള്ള മേഖലയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നേരിടുകയും ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കക്ഷിനില 10 UDFും 10 LDFുമാണ്. 3 BJPയും അംഗങ്ങളുമുണ്ട്. BJP ഏറെ പ്രതീക്ഷ കൽപ്പിച്ച പഞ്ചായത്തിലാണ് ഒടുവിൽ LDF ഈ തരത്തിൽ വലിയ രീതിയിലുള്ള മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AV ജയനെ പ്രസിഡന്റ് ആക്കണമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. പക്ഷേ AV ജയനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അവിടെ AK ബാലകൃഷ്ണൻ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഏരിയ സെന്റർ അംഗം കൂടിയായിട്ടുള്ള AK ബാലകൃഷ്ണനെയാണ് പ്രസിഡന്റായി നിശ്ചയിച്ചത്. ഇതേ തുടർന്ന് വലിയ അമർഷം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിൽ 2 പേരും വിട്ടുനിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.